ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാന് പ്രസവ രക്ഷയ്ക്കായിട്ട് നമ്മുടെ കണ്ടംകുളത്തിലേക്ക് പോവാണ്. പാലാരിവട്ടത്തുള്ള കണ്ടംകുളത്തിലാണ്. നമ്മള് 11 ദിവസത്തെ ഒരു പാക്കേജ് ആണ് എടുത്തേക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ അവിടെ ചെന്നിട്ട് അറിയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ 11 ദിവസത്തെ പാക്കേജാണ് എടുത്തത്. ഇതുപോലത്തെ പലതരത്തിലുള്ള പാക്കേജുകൾ പ്രസവരക്ഷയുടെ അവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ടൈമും മറ്റ് കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളൊരു പാക്കേജ് എടുക്കാം. ഇപ്പോൾ രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാണ്, 10 മണിക്ക് ചെല്ലേണ്ടതായതുകൊണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൺ ദ വേ ആണ്. ഞാൻ കാറിലിരുന്ന് കഴിച്ചു. ഇപ്പോൾ നല്ല കുഞ്ഞുണ്ടായതുകൊണ്ട് അവർ ഹോട്ടലിൽ കയറിയാണ് കഴിച്ചത്. ഫൈനലി ഞങ്ങൾ 10:45 പാലാരിവട്ടം കണ്ടംകുളത്തി ഹോസ്പിറ്റലിലെത്തി. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ നമ്മൾ കണ്ടംകുളത്തിലെത്തി. നമുക്ക് 10 മണിക്കാണ് ടൈം തന്നത്. പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ലേറ്റ് ആയി. നമ്മൾ 10:45 നമ്മൾ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. മമ്മി ഇപ്പം അകത്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോയേക്കും. അപ്പൊ നമുക്കൊരു OP നമ്പർ തരും. അപ്പൊ അതൊക്കെ ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ട് മമ്മി അകത്ത് പോയേക്കുവാണ്. കുഞ്ഞും ജോപ്പനും പുറയിരിപ്പുണ്ട്. ഇനി ഇതിന്റെ മറ്റ് വിശേഷങ്ങളും കാര്യങ്ങളും നമ്മള് അവര് വിളിക്കാൻ വരുന്നെന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന റൂം. നമുക്ക് ഇവിടെ വന്നപ്പോ തന്നെ അവര് നമുക്ക് മരുന്ന് വെള്ളം എനിക്ക് കുടിക്കാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആണ് നമുക്ക് റൂം എന്ന് പറയുന്നത്. ഇവിടെ ഒരു വലിയ ബെഡ് ഉണ്ട്, അതിനൊരു ബൈ സ്റ്റാൻഡ് ഉണ്ട്. മിക്കവാറും ഞാനും മമ്മിയും കുഞ്ഞും കൂടെ ഒരുമിച്ച് ഇവിടെ കിടക്കണം. അത്രയും സ്പേസ് നമുക്കുണ്ട്. ഇത് ഞങ്ങൾ സാധനങ്ങൾ വെക്കാനായിരിക്കും നോക്കട്ടെ. പിന്നെ 2 നല്ല വിൻഡോസ് ഉണ്ട്. പിന്നെ AC അവൈലബിൾ ആണ്. അപ്പൊ ഞങ്ങൾ നോൺ AC ആണ് പിടിച്ചേക്കുന്നത്. ഞങ്ങൾക്ക് AC വേണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു വലിയൊരു മിറർ ഇവിടെ അവൈലബിൾ ആണ്. നമ്മളെ നന്നായിട്ട് മൊത്തത്തിൽ കാണാൻ പറ്റും. മിറർ അത്ര ക്ലിയർ അല്ല, എന്നാലും നല്ല മിറർ ഉണ്ട്. അത് നമുക്ക് വാഷ്റൂം ആണ്. പിന്നെ ഒരു അത്യാവശ്യം വലിയൊരു കബോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സാധനം ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കെറ്റിലും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പൊ നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ ഡോക്ടറെ കണ്ടു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡോക്ടറെ കണ്ട ഡോക്ടർ നമ്മുടെ അലർജി കാര്യങ്ങള്, നമ്മുടെ ഡെലിവറിയുടെ കാര്യങ്ങള് ഒക്കെ ചോദിക്കും. ആദ്യം ഒരു കുറച്ചു നേരം നമ്മൾ ഡോക്ടറായിട്ട് ചെറിയ ഡിസ്കഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലേക്ക് വരുന്നത്. റൂമിലേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ വെള്ളം നമുക്ക് തരുന്നത് മരുന്ന് വെള്ളമാണ്. നല്ല ചൂടുള്ള മരുന്ന് വെള്ളമാണ്. നമ്മൾ റൂമിൽ വന്നപ്പോഴത്തേക്കും ലഞ്ച് ടൈം ആയിരുന്നു. അപ്പം നമുക്ക് മീനൊക്കെ കൂട്ടി നല്ലൊരു ലഞ്ച് നമ്മൾ കഴിച്ചു. അപ്പം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇന്ന് എനിക്ക് തലയിൽ കുളിയില്ലായിരുന്നു. തല നനച്ചുള്ള കുളിയില്ല. പകരം മേല് മാത്രം ഓയിൽ മസാജ് ചെയ്ത് കുളി മാത്രമേ ഉള്ളൂ. വന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തല നനച്ചുള്ള കുളി ഇന്നില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. കുഞ്ഞിനെ തുടച്ചെടുക്കത്തേ ഉള്ളൂ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവരിപ്പം ഒന്നും കുഞ്ഞിനെയും ചെയ്യുന്നില്ല, എന്നെയും തല കുളിക്കുന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നമുക്ക് ചോറ് അവര് തന്നു. നല്ല ചോറ് കറിയായിരുന്നു. ചോറ് കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മള് ചേച്ചി വരും. നമ്മൾ കുളിപ്പിക്കുന്ന ചേച്ചി വന്നിട്ട് നമ്മള് തല കുളിക്കത്തില്ല, കുഞ്ഞിനെ ജസ്റ്റ് തുടച്ചെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ വന്നപ്പം എൻ്റെ കുളിക്കുന്നതാണെന്ന് തോന്നുന്നത്. കുഞ്ഞിൻ്റെ ആണോ എൻ്റെ ആണെന്ന് തോന്നുന്നു. ഇത് കുഴമ്പാണ്. ഇത് കുഴമ്പാന്ന് തോന്നുന്നു. ഇതെന്തോ ഒരു ഗുളികയാണ്. പിന്നെ പയറുപൊടി, ഇത് കാന്തി ചൂർണം, പിന്നെ സോപ്പ്, പയറുപൊടി, കടലമാവ്, തോർത്ത്, രാസ്നാദി, അങ്ങനെ സാധനങ്ങൾ. ഇത് മറ്റേ ഇളനീർ കുഴമ്പ്, അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെയാണിത്. ഇത് ഉലുവാക്കഞ്ഞിയാണ്. അപ്പം ഞാൻ 10 മണിക്ക് വരാനാണല്ലോ അതിനോട് ആദ്യം പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അവർ 10 മണിയായപ്പോൾ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചത് ഉലുവാക്കഞ്ഞിയും നല്ല തേങ്ങാ ചമ്മന്തി. അപ്പം എനിക്ക് അവരിപ്പോൾ കൊണ്ടു തന്നു. ഇത് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് കഴിക്കാൻ പോവാം. അപ്പോൾ മേല് കഴുകി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കറക്റ്റ് 4 മണിയാകുമ്പം നമ്മുടെ അടുത്ത ഫുഡ് വരും. അത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു
കുറുക്കാണ്, നവധാന്യം വെച്ചുണ്ടാക്കുന്ന കുറുക്കാണ്. ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഒരു സ്കൂപ്പ് വായി വെച്ചപ്പോൾ തന്നെ പിന്നെ ഞാൻ എല്ലാ ദിവസവും 4 മണിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അത്രയധികം എനിക്കിത് ഇഷ്ടപ്പെട്ടു. ആൻഡ് അവിടുത്തെ ചേച്ചിമാർ, നമ്മളെ കുളിപ്പിക്കുന്ന ആയമാരുണ്ടല്ലോ, അവരും പറഞ്ഞു ഇതുപോലെ പ്രസവരക്ഷയ്ക്ക് വരുന്ന എല്ലാ ആൾക്കാർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ ഈ ഒരു ക്വാണ്ടിറ്റി തരത്തുള്ളൂ, രണ്ടാമതോട് ചോദിക്കാനായിട്ട് അവർ തരില്ല, ഇത്ര തരുള്ളൂ. പിന്നെ വൈകുന്നേരം ചായയുടെ കൂട്ടത്തിൽ ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങളാണ് നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്നത്. കുഞ്ഞ് കുറച്ച് ഇടമ്പാണ് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതന്നെ. അപ്പോൾ അമ്മ അവൻ്റെ കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി ആൾക്കൊരു അസ്വസ്ഥതയാണ് ഇന്ന്. പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്തങ്ങ് ഓൾറെഡി വെച്ചു. അപ്പം ബൈസ്റ്റാൻഡർക്ക് ചപ്പാത്തി കറി, നമുക്ക് ഈ പേഷ്യൻസിന് ഗോതമ്പ് കഞ്ഞി, ഇത് പാല്, പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കാണും. മോർണിംഗ് എഗെയിൻ നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഇത് കുളി തുടങ്ങിയതിൻ്റെ ഇത് ഞാൻ 5ാമത്തെ ദിവസമാണ് ഇതെടുത്തത്. കാരണം അപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആയി. എനിക്ക് അത് ആ ഒരു കുളിയുമായിട്ട് ഞാൻ സെറ്റായി വന്നു. ഇത് കാന്തി ചൂർണം എന്ന് പറഞ്ഞൊരു ഫേസ് പാക്കാണ്. ഇതാദ്യം നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെ ഇടും. ഇത് നമുക്ക് നല്ലൊരു തരിതരിപ്പാണ്. പക്ഷേ എൻ്റെ സ്കിൻ കുറച്ച് ഡ്രൈ ആക്കി. അതർവൈസ് സൂപ്പറാണ്. നമ്മുടെ മുഖത്ത് ഇപ്പോൾ നല്ല ഡൾനെസ് ഒക്കെ ഉള്ളത് പെട്ടെന്ന് മാറുന്നതായിട്ട് നമുക്ക് വിസിബിളി അറിയാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കഴുത്തും നമ്മുടെ കഴുത്തിൻ്റെ പുറത്തും മുഖത്തും എല്ലാം നല്ല അത്യാവശ്യം നല്ലൊരു തിക്ക് ലെയറാണ്. ഈ ചേച്ചിയാണ് കേട്ടോ എന്നെ കുളിപ്പിച്ച ചേച്ചിയുടെ പേര് ഉമ എന്നാണ്. നല്ല രസമാട്ടോ ചേച്ചി. എൻ്റെ കാര്യങ്ങളെല്ലാം ചേച്ചിയാണ് നോക്കിയത്. അപ്പോൾ ഇത് കാന്തി ചൂർണം തേച്ചതിന് ശേഷം പിന്നെ തലയിൽ എണ്ണ വെക്കും. അപ്പോൾ എഗെയിൻ എനിക്ക് മൈഗ്രെയിൻ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ കൺസേൺസ് എപ്പോഴും നമ്മൾ ഒരാളോട് ആദ്യമേ പറയണം. അതനുസരിച്ചുള്ള എണ്ണകളും ട്രീറ്റ്മെൻറ്റുകളും ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ എനിക്ക് മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ അധിക നേരം തലയിൽ എണ്ണ വയ്ക്കാൻ പാടില്ല. എനിക്ക് തല ഭയങ്കരമായിട്ട് വേദനിക്കും, ചൂടിറങ്ങുന്ന പോലെ തോന്നും, പനി വരും, ഇങ്ങനെ കഴുത്തിനൊക്കെ നീര് വരുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധിക നേരം ഒത്തിരി നേരം എൻ്റെ തലയിൽ വെക്കത്തുമില്ല. കുളി കഴിഞ്ഞാലും ഇപ്പോൾ നല്ല എണ്ണയുടെ ക്വാണ്ടിറ്റി അങ്ങനെ ഇങ്ങനെ കുടിച്ചൊന്നും തലയിൽ വെപ്പിക്കാനായിട്ട് അവർ സമ്മതിക്കില്ല. അതുപോലെ എണ്ണയാണെങ്കിലും അധികം മൈഗ്രെയിനിന് ബുദ്ധിമുട്ട് വരാത്ത തരത്തിലുള്ള എണ്ണകളാണ് എനിക്ക് അവിടുന്ന് തന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ചേച്ചി നല്ല മസാജൊക്കെ ചെയ്യും കേട്ടോ. കുറച്ച് നേരത്തേക്ക് ഒരു മസാജ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ കുഴമ്പ് തേപ്പിച്ച്, നമ്മുടെ ദേഹം മൊത്തം കുഴമ്പ് തേപ്പിച്ച് നമ്മളൊരു അരമണിക്കൂറോളം നമ്മളെ വാഷ്റൂമിലാണത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇരുത്തും. അതിനുശേഷം കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇത് നമ്മുടെ വയറ് കെട്ടുക എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കോട്ടൺ സാരി നമ്മൾ കൊണ്ടുവരാനായിട്ട് പ്രത്യേകം പറയും. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ വയറിൻ്റെ മേലെ കൂടി ഇങ്ങനെ കെട്ടും. അപ്പോൾ ഒരു സ്റ്റിച്ചൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ സമയം കൊണ്ട് അത് കരിയും. കാരണം ആ ഒരു ഡേറ്റ് അവർ പറയും, ആ ഡേറ്റ് അനുസരിച്ചാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ അത്ര വലിയ ശ്വാസം മുട്ടുന്ന ഒരു ടൈറ്റ് അല്ലെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ല. ഇത് അവിടുന്ന് തരുന്ന ഒരു തരം ബെൽറ്റാണ്, കോട്ടൺ വെച്ച് അവർ തന്നെ ചെയ്തിരിക്കുന്നത്. തന്നുകൊടുത്തില്ല, ഞാൻ ചോദിച്ചായിരുന്നു തരുമോയെന്ന്. ഇത് അവർ അവിടെ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പം ഇതുപോലെ കോട്ടൺ സാരി വെച്ച് നല്ല ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം ഇത് ഇങ്ങനെ ആ ചേച്ചി ആ ബെൽറ്റ് അവിടുന്ന് തരുന്ന ആ ഒരു കോട്ടൻ്റെ ബെൽറ്റ് കൊണ്ട് നമ്മുടെ വയറിങ്ങനെ ഓരോരോ ഇങ്ങനെ 6 കെട്ടാണ്, 6 സെക്ഷനായിട്ടാണ് കെട്ടുകൾ വരുന്നത്. ഇത് വെച്ചിങ്ങനെ നമ്മുടെ വയറ് നമുക്ക് അത്യാവശ്യം നമ്മളോട് ചോദിക്കും. എന്നാൽ നല്ല ടൈറ്റാണ്, എന്നാലും നമ്മളോട് ചോദിക്കും ഇത് ഓക്കെയാണോ, ഇത്ര ഇറുക്കാവോ എന്നിങ്ങനെ ചേച്ചി ചോദിക്കും. ചോദിക്കാതെ ഒരിക്കലും ചേച്ചി ചെയ്യത്തില്ല. അങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആണ് എന്ന് പറയുന്ന അത്രയും ടൈറ്റിൽ ഇത് കെട്ടി വെക്കും. ഇത് പിറ്റേ ദിവസം ചേച്ചി വരുന്ന വരെ നമ്മുടെ വയറ്റിലിങ്ങനെ അതുപോലെ നിൽക്കും, ഒരു കുഴപ്പമില്ല. നമുക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇത് കെട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഡിസ്കംഫർട്ടബിൾ ഉണ്ട്. പക്ഷേ നമ്മളൊന്ന് എണീറ്റ് ഒന്ന് കഴിയുമ്പോൾ അതങ്ങ് ഓട്ടോമാറ്റിക്കലി അതങ്ങ് ആയി. അതുകൊണ്ട് കെട്ടിയിരിക്കുന്നതിൻ്റെതായ ശ്വാസം മുട്ടലൊന്നുമില്ല. കെട്ടി കുറച്ച് നേരത്തേക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി അത് അയഞ്ഞോളും. എൻ്റെ വയർ അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഇവിടെ നിന്ന് ചെന്നതിനേക്കാളും. പിന്നെ നമുക്ക് കണ്ണിലിങ്ങനെ 2 കണ്ട് ഇളനീർ കുഴമ്പൊഴിക്കും. കുളി കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ നമ്മൾ റിഫ്രഷ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ജ്യൂസ് കാണും. ഇതിപ്പോൾ വാട്ടർമെലനാണ്, അതുപോലെ ബീട്രൂട്ട്, കുക്കുംബർ, അങ്ങനെ പലതരത്തിലുള്ള ജ്യൂസ് ഉണ്ട്. ഇത് ഞാൻ നമ്മുടെ വീഡിയോയിൽ ആദ്യം കാണിച്ച പോലെ ഉലുവാക്കഞ്ഞി ഇതുപോലെ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇതും കുടിക്കാം. ഈ സംഭവം എന്ന് വെച്ചത് കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ട്രേ ആണ്. കുഞ്ഞിനെ ഇതിനകത്ത് കിടത്തിയിട്ടാണ് കുളിപ്പിക്കുന്നത്. അത് നല്ല രസമാട്ടോ. അപ്പം അവൻ ഉറക്കമായിരുന്നു, ഞാൻ അവനെ എണീപ്പിച്ച് ചേച്ചിയെ കൊടുത്തു. ചേച്ചി തന്നെ കുളിപ്പിക്കുന്നത് കേട്ടോ, എണ്ണ തേക്കുന്ന എല്ലാം ചേച്ചി തന്നെ. ഇത് നമുക്ക് അവിടുന്ന് തന്ന മരുന്നുകളും തലയിൽ തേക്കുന്ന എണ്ണയാണ്. പിന്നെ ഈ അങ്ങേയറ്റത്ത് കാണുന്ന ആ ഒരു
കുഞ്ഞിൻ്റെ എണ്ണയ്ക്ക് ശേഷം ഇത് ഈ ഉണ്ട മരുന്ന് ഒരു ആദ്യം ഞാൻ കാണിച്ചായിരുന്നു. ഇത് മർമാണി എന്ന് പറയും, നമുക്ക് വേദന ഉള്ളിടത്ത് അരച്ച് തേക്കാൻ വേണ്ടിയുള്ള. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർട്ടാണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് എഗെയിൻ പുകയുടെ അലർജി ഉള്ള ഒരാളാണ്. അപ്പോൾ എന്നോട് എല്ലാ ദിവസവും തല പുകയ്ക്കരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര അധികം ഒരു ബുദ്ധിമുട്ടുണ്ടാകും പുകയടിച്ച്. പക്ഷേ നല്ല രസമാട്ടോ ഇത്, പുകയടിച്ച് മുടി ഉണങ്ങും, പിന്നെ മുടിക്ക് നല്ലൊരു മണമാണ്, ഒരു നല്ല രസമാട്ടോ സംഭവം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ അലർജി ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എന്നും ചെയ്യരുതെന്ന് അവിടുത്തെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ടും ഒരു 3 പ്രാവശ്യം ചെയ്തെന്ന് തോന്നുന്നു. ഇത് കിഴി വെക്കുന്ന ദിവസമാണ്. 7 ദിവസത്തെ കുളി കഴിഞ്ഞ് പിന്നെ നമുക്ക് 4 ദിവസം കിഴിയാണ്, പൊടിക്കിഴിയാണ്, വെള്ളത്തിലാണ് കിഴി ചെയ്യുന്നത്. അപ്പോൾ കിഴിക്ക് പോകുന്നതിന് മുന്നേ ഇതുപോലെ നമുക്ക് കാന്തിച്ചോറിൻ്റെ മുഖത്ത് തേച്ച് തലയിൽ നല്ല രീതിയിൽ എണ്ണയും തേച്ചിട്ടാണ് നമ്മളെ വിടുന്നത്. അപ്പോൾ നമ്മൾ തലയിൽ എണ്ണയൊക്കെ തേച്ചതിന് ശേഷം ഇനി കിഴി വെക്കാൻ പോകണം. 45 to 1 hour ആണ് കിഴിയുടെ ടൈമെന്ന് പറയുന്നത്. അപ്പോൾ കിഴി വെക്കുന്നതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ കിഴി വെക്കുന്ന റൂം ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഒരു പെട്ടെന്ന് വീഡിയോ എടുത്ത് ഞങ്ങൾ ഇറങ്ങി നോക്കണം. അവിടെ വീഡിയോ എടുക്കാനായിട്ട് അവർ അലൗ ചെയ്യില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് എടുത്ത് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അതിൻ്റെ പേര് മാത്രം എടുത്താണ്. ഇത് കുഴമ്പാണ്, നമ്മുടെ ദേഹത്ത് മൊത്തം തേച്ച് പിടിപ്പിക്കും. ആൻഡ് ഇതെൻ്റെ കിഴി. അപ്പോൾ ഈ കിഴി ഈ സൈഡിൽ കണ്ടോ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കും. ഈ വെള്ളത്തിലേക്ക് ഈ കിഴി വെച്ചിട്ടാണ് നമ്മുടെ ദേഹം ഫുള്ള് പിടിക്കുന്നത്. ആൻഡ് എക്സ്പെഷ്യലി നമുക്ക് വേദന ഉള്ളിടത്ത് അവർ പ്രത്യേകമായിട്ട് അത് അമർത്തി അവിടെ പിടിക്കും. നല്ല സുഖമാട്ടോ കിഴി കഴിയുമ്പോൾ, അത് വെക്കുമ്പോൾ അറിയത്തുള്ളൂ. നല്ല. അപ്പൊ 11 ദിവസത്തെ എന്റെ പാക്കേജ് കഴിഞ്ഞ് ഞാൻ ഇന്ന് ഇവിടുന്ന് കണ്ടംകുളത്തിൽ നിന്ന് ഇറങ്ങാണ്. വളരെയധികം സന്തോഷത്തോടെയാണ് പോകുന്നത്. എനിക്ക് ബോഡി ഡെലിവറിക്ക് ശേഷം കുറച്ച് സ്റ്റിഫ്നെസ് ആയിരുന്നു, അതുപോലെ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഇവിടെ 7 ദിവസത്തെ കുളിയും പിന്നെ 4 ദിവസത്തെ കിഴിയെല്ലാം കഴിഞ്ഞപ്പം ബോഡി നല്ല രീതിയിൽ റിലാക്സ് ആയി, ബാക്ക് പെയിൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടും ഞാൻ വന്നതിനും കൊടുത്തതിനും എല്ലാം ഒരു വർത്ത് ആയിട്ടുള്ള ഒരു 11 ദിവസമായിരുന്നു എൻ്റെ ഇവിടെ കഴിഞ്ഞു പോയത്. അപ്പോൾ ഇപ്പോൾ സമയം 5 മണിയാകാൻ പോകുന്നു. ഞാൻ പോവാണ്. ജോപ്പം വന്നിട്ടുണ്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.